ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഈ ഒരു വൈൽഡ് ലൈഫ് സെൻറ്റർ വരുന്നത് നമ്മുടെ ഷാർജ ഡെസേർട്ട് പാർക്കിലാണ്. അപ്പോൾ ഒരു 30 കിലോമീറ്ററോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ ഈന്തപ്പനകളും അതുപോലെ ഗാർഡൻസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് അഡൽട്ട്സിന് 20 ദിർഹംസ് ആണ് വരുന്നത്. കുട്ടികൾക്ക് 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സെൻറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ റെപ്റ്റൈൽസിനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ സ്നേക്സും അങ്ങനത്തെ റെപ്റ്റൈൽസൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ഓരോ ഗ്ലാസിൻ്റെ ഓരോ കൂട്ടിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ നടന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ ഒരു ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പാമ്പ് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്നേക്സുകളും ഇവിടുത്തെ ജീവികളെല്ലാം ഈ ഒരു അറേബ്യ, അതായത് ഈ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഇവിടുത്തെ ഒരു അറേബ്യൻ വൈൽഡ് ലൈഫിൽ കാണപ്പെടുന്ന അനിമൽസും അതുപോലെ അതിലുള്ള ഓരോ ജീവികളാണ്. അപ്പോൾ ഈ മരുഭൂമിയിലൊക്കെ നല്ല വിഷപ്പാമ്പുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ആ മരുഭൂമിയിൽ കണ്ടുവരുന്നിട്ടുള്ള ഓരോ സ്നേക്കുകളാണ്. പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഓരോ നെയിമും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അവർ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് നല്ല വലിയ വലിയ പാമ്പുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ മണലിലാണ് അവർ ഇട്ടിട്ടുള്ളത്. കാരണം മരുഭൂമിയിൽ കണ്ടുവരുന്ന ഓരോ പാമ്പുകളായതുകൊണ്ട് നല്ല വിഷമുള്ള നല്ല വൈപ്പേഴ്സ്, അങ്ങനത്തെ ഒരുപാട് പലതരം വൈപ്പറുകളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കരിയില ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്, അതിനകത്തൊക്കെ പാമ്പ് കിടക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് പാമ്പുകളുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോ പാമ്പുകളാണ്. സാൻഡ് സ്നേക്ക് എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഇത് മോള സ്നേക്ക്, അങ്ങനെ പല വെറൈറ്റീസ് നമ്മളിതുവരെ നമ്മുടെ നാട്ടിൽ കാണാത്തയും അതുപോലെ കേൾക്കാത്തയൊക്കെ ഓരോ പേരുകളാണ്. പിന്നെ ഇവിടെ ഒരു ക്യാമലിയൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ലിസാർഡാണ്. ഈ മരുഭൂമിയിൽ വലിയ വലിയ ലിസാർഡുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലല്ലാത്ത ഒരു വലിയ വലിയ മരുഭൂമിയിൽ വലിയ വലിയ പല്ലികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പല്ലികളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ വീണ്ടും ഇതൊരു സ്നേക്ക്. പിന്നെ ഇവിടെ നമുക്ക് ഏത് സീസണിൽ വേണമെങ്കിലും വരാം. കാരണം ഇവിടെ ഫുള്ളി എയർ കണ്ടീഷണഡ് ആയിട്ടുള്ള ഓരോ റൂംസിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് കൂടെ അങ്ങനെ നടന്ന് കണ്ടാൽ മതി. അപ്പോൾ ചൂടും കാര്യങ്ങളും ഉണ്ടാകും. സമ്മർ സീസണിലായാലും വിൻ്റർ സീസണിലായാലും നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആഫ്റ്റർനൂൺ ആണ് അവർ ഓപ്പൺ ചെയ്യുന്നത്. ഒരു 2:30, 3 o'clock ഒക്കെ ആകുമ്പോഴാണ്. പിന്നെ ഇവിടെ ഒരു 6 o'clock ആകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മളിത് കണ്ടു തീർക്കണം. പിന്നെ ഇവിടെ ഈ ഒരു വൈൽഡ് ലൈഫ് സെൻറ്റർ മാത്രമല്ല, ഇതിനകത്തൊരു ബൊട്ടാനിക്കൽ ഗാർഡന്, അതുപോലെ ഒരു മ്യൂസിയം വരുന്നുണ്ട്, അതുപോലെ ഒരു ചിൽഡ്രൻസ് ഫാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ക്യാമലിയൻ പോലത്തെ അവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും സ്നേക്കൊക്കെ കാണാം. പിന്നെ ഇതൊക്കെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ലിസാർഡ്സ് ആണ്. നല്ല സൈസുള്ള വലിയ വലിയ ലിസാർഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഓരോ കൗതുകം തോന്നും. പിന്നെ ആംഫിബിയൻസും ഫിഷാണ് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രോഗ് ഉണ്ട്, അതുപോലെ ആമ, ടോർട്ടോയ്സ്, അങ്ങനത്തെ ഫിഷസിനൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫിഷസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വെറൈറ്റീസ് ആയിട്ടുള്ള ഓരോ ഫിഷസാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്ത ഓരോ ഫിഷസാണ്. പിന്നെ ഓരോന്നിൻ്റെ പേരും അവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ലൊരു കൗതുക കാഴ്ചയാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്ക് ഇതുവരെ കാണാത്ത ഓരോ വൈൽഡ് ലൈഫിലുള്ള ഓരോ ജീവികളാവുമ്പോൾ, ഓരോ ഓർഗാനിസംസ് ആവുമ്പോൾ. ഇവിടെ കുറേ ഫിഷസ് ഉണ്ട്. ഒരു ബ്ലാക്ക് കളറുള്ള ഒരു ഫിഷസാണ് ഇത് വരുന്നത്. ഇതൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇതൊക്കെ അങ്ങനെ റെയറായിട്ട് കാണുന്ന ഓരോ ഫിഷസാണ്. പിന്നെ ഇവിടെ കുറേ എൻഡാഞ്ചറിങ് ആയിട്ടുള്ള ഓരോ ഓർഗാനിസംസ് അവരിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനൊക്കെ കണ്ടു നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഫിഷ് ഉണ്ട്, കുറച്ച് ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്.
കുറച്ച് അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോരോ പോണ്ട് പോലെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തെടുത്തേക്കാണ്. മുകളിൽ ഇങ്ങനെ ചെടികളും ഉണ്ട്. നെക്സ്റ്റ് ഇതാ സ്കോർപ്പിയോൺസ് പോലെ അവിടെ ഗ്രാസ് ഹോപ്പറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഓരോ ജീവികളാണ്. നെക്സ്റ്റ് നമ്മൾ ബേഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബേഡ്സ് ഇത് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്. ബേഡ്സിനെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ് അവർ തുറന്ന് വിട്ടേക്കാണ്. അപ്പോൾ അതിനകത്ത് കൂടെ കയറിയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബേഡ്സ് ഇങ്ങനെ നമ്മുടെ തലയുടെ മുകളിലോടൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ അത് ഫുൾ എയർ കണ്ടീഷണർഡ് ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള ഓരോ ഫെസിലിറ്റീസ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരങ്ങളാണെങ്കിൽ മരങ്ങൾ, അതുപോലെ മണൽത്തരികളാണെങ്കിലും മണലാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഫ്ലാമിംഗോസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ആ ഒരു ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതവിടെ സൈഡിലൊരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു നാച്ചുറൽ എങ്ങനെ ഉണ്ടാവുന്ന അതുപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മരച്ചില്ലകളിലൊക്കെ ഓരോ ബേഡ്സ്, വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഇരിക്കുന്നുണ്ട്. നമ്മളിതുവരെ കാണാത്ത ഓരോ ബേഡ്സാണ്. ഇനി ഇവിടെ ബാറ്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇരുട്ടിനായതുകൊണ്ട് അധികം നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയിട്ടാണ് കണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ തരം ബേഡ്സുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. എന്നാൽ ഇങ്ങനെ സൈഡിൽ ഓരോ കമ്പി പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കൂടെ ഇങ്ങനെ കയറിയിട്ട് നടന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഇനി ക്യാറ്റ്സിൻ്റെ സെക്ഷനാണ്. അപ്പം മരുഭൂമിയിൽ ഒരുപാട് വൈൽഡ് ക്യാറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കാട്ടിൽ കാണപ്പെടുന്ന, മരുഭൂമിയിലൊക്കെ കാണപ്പെടുന്ന ഓരോ ക്യാറ്റ്സുകളാണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യം സൈസുള്ള ഓരോ പൂച്ചകൾ തന്നെയാണ് വൈൽഡ് ക്യാറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ വേറൊരു പൂച്ച. സൈഡിൽ ഇവിടെ ബേഡ്സ് ഉണ്ട്. അവരൊക്കെ ഓരോ ഗ്ലാസ്സിനുള്ളിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഓരോ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തേക്കാണ്. ഇനി ഇതാ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ അവരിങ്ങനെ ഡാർക്ക് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹൈലി വെന്റിലേറ്റഡ് ആണ്. നമുക്കൊരു ഇരുട്ട് പോലെ കുറച്ചൊക്കെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പേടി തോന്നും. പക്ഷേ എന്നാൽ സൈഡിലൊക്കെ ഓരോ മൃഗങ്ങൾ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഗെയിൻ വൈൽഡ് ക്യാറ്റ് ആണ്. പല വെറൈറ്റീസ് ഓഫ് ക്യാറ്റ് ഉണ്ട്. ഇനി ഓരോ ഫോക്സ് ആണ് വരുന്നത്. ഇതൊക്കെ അങ്ങനെ അതിനകത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് ഓരോ ജീവികൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് മംഗൂസ് ആണെന്ന് തോന്നുന്നു. ഇതിവിടെ പെയറായിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്തും ഓരോ മൃഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കാണാത്ത ഓരോ പലതരം വെറൈറ്റീസ് ആയിട്ടുള്ള ഓരോ മൃഗങ്ങളാണ്. ഇതൊക്കെ ഈ ഒരു അറേബ്യൻ വൈൽഡ് ലൈഫിൽ കാണപ്പെടുന്ന ഓരോ മൃഗങ്ങളാണ്. നെക്സ്റ്റ് ഇതിനകത്ത് ഫോക്സ് ആണിത്. അപ്പോൾ അതുങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഫോക്സുകൾ തമ്മിൽ ഒരു അടിപിടിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് അറേബ്യൻ റെഡ് ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. പലതരം വെറൈറ്റീസ് ഓഫ് ഫോക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഫോക്സുകൾ ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. ഇത് കുറച്ചും കൂടി ചെറിയൊരു ടൈപ്പ്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫോക്സ് ആണിത്. ഇത് പിന്നെ നമ്മുടെ മരപ്പട്ടി പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ബാഡ്ജർ ആണിത്.
ഇവിടെ നമ്മുടെ മുള്ളൻപന്നി ഉണ്ട്, പോർക്കുപ്പേന്. അപ്പോൾ അത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ ഹെഡ്ജ് ഹോഗാണ്. പിന്നെ ഇതാ ഇനിയൊരു മൗസ് വെറൈറ്റീസ് ആണ് ഇനി വരുന്നത്. ഇത് നമുക്ക് കണ്ടാൽ തോന്നും മൗസാണെന്ന്, പക്ഷെ മൗസ് അല്ല, ഒരു ഗർബിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജീവിയാണിത്. ഇത് നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇനി ഇതാ പലതരം മൗസുകളുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മൗസുകളുണ്ട്. ഇത്രയും വെറൈറ്റീസ്, സത്യം പറഞ്ഞാൽ ഇത്രയും വെറൈറ്റീസ് മൗസുകളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇതാ ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, അറബിയിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇതാ ഒരു കുഞ്ഞി മൗസ് ഉണ്ട്, അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ അതാ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണത്. നെക്സ്റ്റ് ഇതാ ഇവിടെ ഒരു മൂങ്ങ ഇരിപ്പുണ്ട്, ഇതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മൂങ്ങ. ഇവിടെ വാഷ്റൂം വരുന്നുണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. നമുക്ക് വ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഗസേൽ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ UAE നാഷണൽ ആനിമൽ ആയിട്ടുള്ള ഓറിക്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മൃഗങ്ങളിങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കാണ് ഇവിടെ. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കാണുന്നതാണ് ഓറിക്സ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു ഡെസേർട്ട് പോലെയാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ മൃഗങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് UAE നാഷണൽ ആനിമൽ ആയിട്ടുള്ള ഓറിക്സ്. പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് ഗസേലുണ്ട്. ഗസേൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മാനല്ല, മാനൊക്കെ പോലെ തന്നെ കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് റണ്ണിങ് ആയിട്ടുള്ളൊരു അനിമലാണ്. അതെല്ലാം ഇങ്ങനെ മിക്സായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിഫ്രഷ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസാണ്, നമുക്കിങ്ങനെ ഗ്ലാസ്സിലൂടെ, എന്നാൽ ഫുള്ളി എയർ കണ്ടീഷനാണ്, ഗ്ലാസ്സിലൂടെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ ഇതാ ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, സൈഡിലൊരു ഓസ്ട്രിച്ച് കൂടെ ഉണ്ട്, ആ കൂട്ടത്തിലൊരു ഓസ്ട്രിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. ഇനി ഇതാ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം ആ ഒരു 6 o'clock ആകുമ്പോഴേക്ക് തന്നെ എല്ലാം കണ്ട് തീർക്കണം, ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ വേഗം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്തത് മങ്കീസാണ്, പലതരം മങ്കീസ് ഉണ്ട്. ഇവിടുത്തെ കുറേ മങ്കീസ് ഇരുന്നിട്ട് ഇങ്ങനെ ഇലകളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മങ്കീസ് ഉണ്ട്, അത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് അവിടെ. മങ്കീസ് അല്ല, ബാബൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഓഫ് മങ്കിയാണ്. നമ്മൾ മൊത്തത്തിൽ മങ്കീസ് എന്ന് പറയും, പക്ഷേ പല വെറൈറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് ഇതാ ഈ കാണുന്നത് വൂൾഫാണ്. അപ്പോൾ 2 വൂൾഫ് ഇതാ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഹൈനയാണ്. അപ്പോൾ ഹൈന ഇതാ ഏകദേശം ഒരു വോൾഫ് പോലെയൊക്കെ ഉള്ളൊരു അനിമലാണ്, പക്ഷെ നല്ല കാർണിവോറസ് ആണ്. അപ്പോൾ അതിങ്ങനെ ഒരു പുല്ലിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ആ ഒരു പുല്ലിൻ്റെ പൊന്തേൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി, അതിനകത്ത് നിന്ന് അങ്ങനെ മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ തന്നെ നിൽക്കുകയാണത്, എന്തോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇതാ ചീറ്റയാണ്. അപ്പോൾ ഇതാ ചീറ്റ ഇതാ ഇതിനകത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. 2-3 ചീറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതാ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ വന്നിട്ട് ഇതാ നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് പെയറാണെന്ന് തോന്നുന്നു. ഈ പുറത്തെ സൈഡിലും വേറെ ഒന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ചീറ്റിനെയൊക്കെ കണ്ടു നിന്നു. ഇനി ഇതാ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ഇതാ ലെപ്പാർഡാണ്. ലെപ്പാർഡും ചീറ്റയും കാണുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷേ വ്യത്യാസമുണ്ട്. അവരുടെ ആ ഒരു ഡോട്ട്സിലും അതുപോലെ ആ ഒരു നിറത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടിയും ഡാർക്ക് കളേർഡാണ്. ചീറ്റ കുറച്ചും കൂടി യെല്ലോയിഷാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ലെപ്പാർഡ് വരുന്നത്. ഇത് തന്നെ ഇതിനകത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട് നടക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അറേബ്യൻ ലെപ്പേർഡാണ്. അപ്പോൾ ഇത് മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു ലെപ്പേർഡാണിത്. ചീറ്റയും ലെപ്പേർഡും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ വ്യത്യാസമുണ്ട് അവരുടെ ഡോട്ടിന്. അങ്ങനെ നമ്മുടെ കാഴ്ചകൾ അനിമൽസിനൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറ്റ് സ്റ്റഡി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളിതാ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.